I am really glad because Lord is good. ദൈവം നല്ലവനായിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. To read a verse from 1 John chapter 1, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. 1 John chapter 1 verse 3 and 4. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. Yeah. Read in English for you that which we have seen and heard we declare it to you, that ye also may have fellowship with us. And truly our fellowship is with the Father and with His Son Jesus Christ. And these things we write to you that your joy may be full. നമുക്ക് അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ദൈവസഭയോട് എഴുതി തരുന്ന ഒരു ഭാഗം, that he is having an intention that our joy must be full. നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ എഴുതുകയാണ്. എന്താണ് അദ്ദേഹം ആഗ്രഹിച്ച് എഴുതുന്നതായിട്ടുള്ള ഭാഗം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ കണ്ടും, അതേപോലെ തന്നെ ആൻഡ് വി ഹേർഡ് ആൻഡ് വി ഡിക്ലെയർ ടു യു. കർത്താവിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ച ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞ് പോകാനായിട്ട്, കർത്താവിനെ തിരിച്ചറിയാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അപ്പം ആ യോഹന്നാൻ എഴുതുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് യു മേ ഹാവ് ഫെലോഷിപ്പ് വിത്ത് അസ്. ഞങ്ങളോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തിനാണ്? നമ്മളോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. ദാറ്റ് യു മേ ഹാവ് ഫെലോഷിപ്പ് വിത്ത് അസ്. ആൻഡ് ദെൻ ഹി സേസ്, ട്രൂലി ഞങ്ങളുടെ ഫെലോഷിപ്പ് ആരുടെ കൂടെയാണ്? അവർ ഫെലോഷിപ്പ് ഈസ് വിത്ത് the Father and with the Son Jesus Christ. ഞങ്ങളുടെ കൂട്ടായ്മയോ ആരോടുകൂടിയാണ്? 1 യോഹന്നാൻ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അപ്പം ഞങ്ങളുടെ കൂട്ടായ്മ ആരോടുകൂടിയാണ്? പിതാവിനോടും പുത്രനോടുമാകുന്നു. So that I'm telling you, so that you know what, my intention is that your joy may be full. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പലയാവർത്തി പ്രാവശ്യം വായിച്ചതുകൊണ്ട് നമുക്കൊരു പക്ഷേ what is it all about? What the Lord is trying to tell us? See, there are 2-3 രണ്ട് വേർഡ്സ് നമുക്കുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്. രണ്ട് വാക്കാണ്, ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കൂട്ടും കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഫ്രണ്ട്ഷിപ്പ് ഇസ് ദ, ഫെലോഷിപ്പ് ഇസ് ദ. രണ്ടും സെയിം ആണോ? ജീസസ് ഈസ് മൈ ഫ്രണ്ട് and I have fellowship with Jesus. Is it the same or different? Is it different or is it the same? ആണോ? യേശു എൻ്റെ നല്ല കൂട്ടുകാരനാണ് എന്ന് പറയാൻ ഭയങ്കര സന്തോഷമാണല്ലേ. പക്ഷേ there is a difference between these two words. ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരോട് കൂടെ എനിക്ക് ആ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഒരു പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്നിച്ച് കൂട്ടുകാരുടെ പോകും. ഒരു പക്ഷേങ്കിൽ ചിലപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചിലപ്പോൾ ഒന്നിച്ച് കളിച്ചെന്നിരിക്കും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ കളിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകും. ഒരു പക്ഷേങ്കിൽ അനേക കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ വളരെ സന്തോഷമായി ഞങ്ങൾ അവസാനം വൈകിട്ട് വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ആ കൂട്ടുകാരെ പോലെയല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്. Here we need to give in coming for a common mission or a vision. രണ്ടുപേരുടെയും ഏകദേശം അവരുടെ താല്പര്യങ്ങൾ, വിഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഫെലോഷിപ്പിലോട്ട് വരുമ്പോൾ, ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോൾ ചില കാര്യങ്ങളിനകത്ത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമായിരിക്കും, വേറൊക്കെ ക്രിക്കറ്റ് ആയിരിക്കും ഇഷ്ടം. ബട്ട് വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, ദർ ഇസ് നോ പ്രോബ്ലം. ഒരു പക്ഷേങ്കിൽ അദ്ദേഹം വേറൊരു ജാതിക്കാരനായിരിക്കും, ഞാനൊരു വേറൊരു ജാതിക്കാരനായിരിക്കും, നോ പ്രോബ്ലം, വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്. ഒരു വേറൊരു രാഷ്ട്രത്തിലുള്ളവരായിരിക്കാം, ഞാനൊരു വേറെ രാജ്യത്തിലെ ഒരാളായിരിക്കാം, സ്റ്റിൽ വി ആർ ഫ്രണ്ട്സ്, വെരി ഗുഡ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ ഫെലോഷിപ്പ്, ഇറ്റ് ഈസ് മച്ച് മോർ കമ്മിറ്റഡ് ദാൻ ദ ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ രണ്ടു പേർക്കും
ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ എഗ്രി ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് ഈ ഫെലോഷിപ്പിനകത്തുള്ളത്. ഓക്കെ, സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. ഇത് രണ്ടിനും തമ്മിൽ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അതിനും മേളിലാണ് എന്ത്, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ഇസ് ദ, അതിന് മേളിലാണ്, കമ്മിറ്റ്മെൻ്റ് ആണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിലും മേളിലാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്താണ് അതിൻ്റെ വ്യത്യാസം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ഫെലോഷിപ്പ് ആൻഡ് എ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്? യു സി, ഇൻ എ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ആരാണ് അതിൻ്റെ നടുക്കുള്ളത്? 2 പേരുണ്ട്. അപ്പം എനിക്ക്, വി മേ ഹാവ് വെരി ഗുഡ് ഫെലോഷിപ്പ്, ഓക്കെ, വെരി ഗുഡ് ഫെലോഷിപ്പ്, ബട്ട് now on the top of it, now we have a third person in the center, that is Christ himself, right? ഞങ്ങൾ തമ്മിൽ ഫെലോഷിപ്പ് ഉണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ ഡിസിഷൻസ് എല്ലാം ഞങ്ങൾ തമ്മിലുള്ള ഡിസിഷൻസ് ആണ്. പക്ഷേ യേശു ആണ് അതിൻ്റെ നടുക്കുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഡിസിഷൻസിനെല്ലാം വ്യത്യാസം വന്നു. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ മധ്യത്തിലുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയണേ, വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹൂം. ആരോടുകൂടിയാണ് എനിക്ക് ഫെലോഷിപ്പ് ഉള്ളത്? പിതാവിനോടും പുത്രനോടും. ഓക്കെ, നൗ വി ഇൻവൈറ്റ് യു ടു കം ആൻഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് അസ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. ആരോട്? പിതാവിനോടും പുത്രനോടും. ഇപ്പോൾ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ കൂട്ടായ്മയാകാം. ആൻഡ് ഐ വോണ്ട് യു ടു എൻജോയ് ദ ജോയ് ഓഫ് ദറ്റ് ഫെലോഷിപ്പ്. നിങ്ങളുടെ ആ സന്തോഷം അത് വർദ്ധിച്ചു വരേണ്ടതിന് ഐ വോണ്ട് യു ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. നൗ ലെറ്റ്സ് സീ ദാറ്റ് വേഴ്സ് അഗൈൻ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേക്കും, 3-4 വാക്യങ്ങൾ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പ്രൈസ് ഗോഡ്. അപ്പം മനസ്സിലാകണം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷൻ ഇതാണ്, ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങളും കൂടെ ആകണം. ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇറ്റ് ഈസ് ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് ഈസ് മച്ച് മോർ ദൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കാര്യം, ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഈ ഫെലോഷിപ്പിലോട്ട് വരുമ്പോഴത്തേക്കും. ഫ്രണ്ട്ഷിപ്പിനകത്ത് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു മേർജിങ്ങിലോട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരോടും കൂട്ടായ്മയാകുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. വി കനോട്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് എവറിബഡി. ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു. നൗ ലെറ്റ്സ് സീ ദിസ് വേഴ്സ്, വേഴ്സ് 7. 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി ക്ലിയർ. 7ാമത്തെ വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ കൂട്ടായ്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഫെലോഷിപ്പ്, ഇറ്റ്സ് ഓൾ ഐ എം ടോക്കിംഗ് അബൌട്ട് എ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഉണ്ടാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? വെളിച്ചത്തിൽ നടക്കണം. ഫ്രണ്ട്ഷിപ്പിന് അതൊരു വിഷയമല്ല. ഫ്രണ്ട്ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ കാണും. സോ വാട്ട്, ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില സമയത്ത് അദ്ദേഹവുമായിട്ടൊക്കെ കൂട്ടൊക്കെ കൂടുന്നു. അത് അദ്ദേഹത്തിൻ്റെ വഴിക്ക്, എനിക്ക് എൻ്റെ വഴി. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്. ഹിസ് ലൈഫ് നീഡ് ടു ബി, ഹി മസ്റ്റ് ബി വാക്കിംഗ് ഇൻ ലൈറ്റ്. അവൻ വെളിച്ചത്തിൽ നടക്കുന്നവനാവണം. എന്താ കാരണം? ഈ മൂന്നാമതുള്ള ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ള പിതാവും ക്രിസ്തുവും അവനിൽ ഇരുട്ടൊന്നുമില്ല. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ആ ഇരുട്ടില്ലാത്ത ആ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഫെലോഷിപ്പ്. പ്രൈസ് ഗോഡ്. യു അണ്ടർസ്റ്റാൻഡ്? നൗ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്നു, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കുന്നോ ഫെലോഷിപ്പിലായിരിക്കുന്നു? ഫ്രണ്ട്ഷിപ്പിലായിരിക്കുന്നോ ഫെലോഷിപ്പിലായിരിക്കുന്നു? ടിൽ ദ എൻഡ് ഐ വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ മൈൻഡ്. ഈ 2 കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. യു ആർ ഇൻ എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എവറിബഡി. യു കം ആൻഡ് ദെൻ യു സേ യു ഹാവ് എ വണ്ടർഫുൾ ടൈം ടുഗെദർ. നിങ്ങൾ ഒന്നിച്ച് പാട്ട് പാടുന്നു, നല്ല സർമൻസ് ഒക്കെ കേൾക്കുന്നു, നിങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു പോകുന്നു. അടുത്ത ആഴ്ച പിന്നെയും വരുന്നു. വി ഹാവ് അനദർ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അല്ലേ? നമ്മൾ മാത്രമല്ല, ഈ സിറ്റിയിൽ അനേകർ പല കാര്യങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ദേ ഓൾ ഹാവ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. But did it turn out to be something that where you have fellowship? What is that? In the fellowship, you need to check yourself. What do you need to check? 7ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. Verse 7.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല മതി. അപ്പം കൂട്ടായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബട്ട് ഇഫ് വി വാക്ക് ഇൻ ദ ലൈറ്റ് ആസ് ഹി ഈസ് ഇൻ ദ ലൈറ്റ്, വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. And the blood of Jesus Christ, his son, cleanses us from all sin. Let me go into that before, next to that. So, അപ്പം ദൈവത്തിലുള്ള ഈ കൂട്ടായ്മ, ഞങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയുണ്ട്, കാരണം ഞങ്ങൾ വെളിച്ചത്തിലാണ് നടക്കുന്നത്. Now the exhortation is this: നിങ്ങൾക്കും അതുപോലെ വെളിച്ചത്തിൽ നടന്നാൽ ഞങ്ങളുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാം. Praise God. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കൂടി വരുന്നതിനുള്ള ഒരു ഇതല്ല. പക്ഷേ ഇഫ് യു റിയലി വോണ്ട് ടു ഹാവ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, വി നീഡ് ടു കം ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് എൻ എഗ്രിമെൻറ്റ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. വെളിച്ചത്തിൽ നടന്നേ പറ്റത്തുള്ളൂ. എന്താണ് വെളിച്ചത്തിൽ നടക്കുന്നത്? ക്രിസ്തു പറയുന്ന കാര്യത്തിനനുസരിച്ച് നടക്കുന്ന. ആ അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇറ്റ് മേക്സ് ഇറ്റ് വെരി ക്ലിയർ. 2:6, 2:6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ വാക്യം നമ്മളെ മധ്യത്തിലെ ഒരു പ്രിയ സഹോദരൻ, എനിക്ക് ഐ റിമെമ്പർ ഹി സെഡ് വെരി സിമ്പിൾ ഡെഫിനിഷനാണ്. വളരെ സിമ്പിൾ ഡെഫിനിഷൻ. നിങ്ങൾ വെളിച്ചത്തിലാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ അവൻ നടക്കുന്ന പോലെ നടക്കുവാണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവൻ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കണം. അവൻ ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ചെയ്യാം. അവൻ ചെയ്യത്തില്ലയോ? ചെയ്യത്തില്ല. അവൻ പറയുമോ? അവൻ പറയുമെങ്കിൽ ചെയ്യാം. അവൻ പറയത്തില്ലേ? ഇല്ല. ആൻഡ് ദാറ്റ്സ് പുട്ട് us a lot of question to our personal life. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിന്നൊരു മെസ്സേജ് കേൾക്കുന്ന ലാഘവത്തോടെ ഇവിടുന്ന് പോവില്ല. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് നടക്കുന്നത് പോലെ നടന്നാൽ മാത്രമേ നിങ്ങൾ യേശുവിനോട് കൂട്ടായ്മയുള്ളവരാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? We may say that, Lord, I am from a Christian family, my parents are Christians, we have been born again, baptized, all that is fine, agreed. പക്ഷേ നിങ്ങൾ യേശുവിനോട് കൂട്ടായ്മ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ യേശു നടക്കുന്നത് പോലെ നടക്കും. അത് നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചൊവ്വാഴ്ച നമ്മൾ സംസാരിച്ചപ്പോൾ ദൈവഭയത്തെക്കുറിച്ച് കേട്ടു. ദൈവഭയം ഒക്കെ we can talk religious terms, godly fear, very good. What does it mean? Godly fear means when I come to ഞാൻ കർത്താവ് എൻ്റെ ബിസിനസ്സിനോട് അടുത്ത് വരുമ്പോൾ I must do everything as യേശു ചെയ്തതുപോലെ. That is what godly fear is. ദൈവത്തിൻ്റെ വചനം എനിക്ക് ദൈവത്തിൻ്റെ ഭയം എനിക്കുള്ളൂ. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്നൊക്കെ അതൊക്കെ കൊള്ളാം. But what is in your practical life? What is in your kitchen? What is happening? Is Christ is there in your kitchen or not? Christ is there in your family or not? Christ is there in your school or not? This is the question. വളരെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ട്. അപ്പം ആ വേഴ്സ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വളരെ സിമ്പിളാണ്. See, if you think that you are walking in the light, then it's very simple. Just walk as he walked. അവൻ നടന്നതുപോലെ. Praise God. വളരെ സിമ്പിളാണല്ലേ? കർത്താവിൻ്റെ ഗോസ്പലുകളൊന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവൻ നടന്നതുപോലെ. ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവൻ നടക്കുന്നത് പോലെ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവൻ നടക്കുന്നത് പോലെ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവൻ നടക്കുന്നത് പോലെ. ഞാൻ എൻ്റെ ബോസിനോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവൻ നടക്കുന്നത് പോലെ. ഞാൻ വഴിയിൽ കാണുന്ന ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവൻ നടക്കുന്നത് പോലെ. ഹല്ലേലൂയ. അവൻ കപടഭക്തിക്കാരോട് സംസാരിച്ച് വേറെ ടോണിലായിരുന്നു. അവനോട് സംസാരിച്ചപ്പോഴും അവൻ സംസാരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. പ്രിയ സാരങ്ങൾ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് ദൈവം തന്നിരിക്കുന്ന ലെസൺ. അപ്പം ഫ്രണ്ട്ഷിപ്പ് ഇസ് ഓക്കെ, ബട്ട് ആർ യു റെഡി ടു കം ഇൻ ടു ദ സിറ്റുവേഷൻ വെർ ഗോഡ് ഇസ് കോളിംഗ് us to a fellowship? When you say Christian fellowship, I am attending a fellowship, meaning I am willing to walk like Jesus walked. യേശു നടന്നതുപോലെ നടക്കാനായിട്ട് മനസ്സ് വെക്കുന്നത്. അപ്പം നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, are you perfect, brother? Are you perfect? The answer is no. That's what that verse 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതിനകത്ത് നമ്മൾ 10 മാത്രമേ വായിച്ചുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗം എഴുതിയത്. It is possible that you could slip. ആ വാക്യം ഒന്ന് വായിച്ചോ. 1:7 ഒന്നുകൂടെ വായിച്ചാൽ. 1:7 ഫുള്ള് വായിച്ചാൽ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്.
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. And that's where the provision is given in case. This is not the norm. ഇങ്ങനെയല്ല നോർമലി ഇങ്ങനെയല്ല. ഞാൻ നോർമലി അങ്ങനെയല്ല. പക്ഷേ അഥവാ തെറ്റ് ചെയ്താൽ, അഥവാ വീണാൽ, we have the Lord Jesus Christ. ആ വാക്യം 7 തൊട്ട് താഴോട്ട് നമ്മൾ പൈപ്പിലെ വെള്ളം പോലെ ഉപയോഗിക്കേണ്ട വാക്യമല്ല. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപം ക്ഷമിച്ചു തരും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ളതല്ല. മറിച്ച് മൈ നോർമൽ ഇൻറ്റൻഷൻ ഇസ്, എൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ ആഗ്രഹം ഇതുപോലെ വീഴരുത്, കർത്താവെ വീഴാതെ നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാം. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് നടക്കേണ്ടതാകുന്നു. പക്ഷെ എന്നാൽ ഞാൻ വീണാൽ, that verse comes. അവിടെയാണ് നമുക്ക് 9 ഉം 10 വായിക്കേണ്ടത്. verse 9 and 10. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ ഒരു വാക്യം, നമുക്ക് ഈ വാക്യം നന്നായിട്ട് അറിയാം. കാരണം പലപ്പോഴും നമുക്ക് കർത്താവിൻ്റെ ക്ഷമ വാങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഓടിപ്പോകുന്നത് ഈ വാക്യത്തിലോട്ടാണ്, അല്ലേ? ശരിയാണ്. പക്ഷേ ദ ഹോൾ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം ആ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കാനായി ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. അങ്ങനെ മനസ്സ് വെച്ച് യേശുവിനെ പോലെ നടക്കുന്നത്. പക്ഷേ അവിടെ എവിടെയൊക്കെയായ ചില സ്ലിപ്പേജ് ഒക്കെ വരുമ്പോൾ, കർത്താവെ എനിക്ക് കർത്താവിൻ്റെ രക്തം എനിക്ക് വേണം, ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. Praise God. Praise God. The eagerness of the Lord to restore us back. Let us read one verse from Malachi chapter 2. Malachi പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മതി. Return to me and I will return to you. സൈന്യങ്ങളുടെ യഹോവ എന്താണ് അരുളി ചെയ്യുന്നത്? Return to me that I will return to you. അപ്പം സൈന്യങ്ങളുടെ യഹോവയ്ക്ക് നമ്മളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, റിട്ടേൺ whenever there is. അപ്പം അത്രയ്ക്കും ഈഗറാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. നമ്മളൊന്ന് വീണാൽ നമ്മൾ തിരിച്ചു വരണം, മടങ്ങി വരണം, എത്രയും പെട്ടെന്ന് മടങ്ങി വരണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം മലാക്കി പ്രവാചകനോട് പറയുകയാണ്, യു ഗോ ആൻഡ് ടെൽ ദം റിട്ടേൺ ടു മീ ആൻഡ് ഐ വിൽ റിട്ടേൺ ടു യു. അപ്പം ആ ഒരു പ്രൊവിഷനാണ് നമുക്ക് 1 യോഹന്നാനിൽ നമ്മളും വായിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. ഫെലോഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ചാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മടങ്ങി വരുവാനായിട്ട് കഴിയും. അപ്പം ഇതേ ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ chapter 2 verse 42, 2:42, Acts chapter 2 verse 42. അപ്പോൾ അവിടെ അവരുടെ ജീവിതത്തിൽ, അപ്പോൾ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുകൂടെ ചെയ്തു? കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ള ഒരു കാര്യം. ഇനി 2, ഇറ്റ് അഫക്ട്സ് ഓൾ ഏരിയാസ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് ബാധിക്കപ്പെടും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, verse 11. നിങ്ങളിൽ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നാണല്ലോ. അപ്പം ഇവിടെ വെളിച്ചത്തിൽ നടക്കുകയും കൂട്ടായ്മ നടക്കുകയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മ എന്ന് കഴിയുമ്പോൾ തോന്നും നീ കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ബി ഇൻ ദാറ്റ് ഫെലോഷിപ്പ്, ദെൻ യു നീഡ് ടു ലവ് വൺ അനദർ. അന്യോന്യം സ്നേഹിക്കേണ്ട വലിയ ആവശ്യമാണ്. ഇപ്പോൾ കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം, ഈ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം there is no accountability. You know what do you mean by accountability? Accountability യുടെ മലയാളം said like അന്യോന്യം ഈ കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. എനിക്ക് കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളില്ല, അല്ലേ? എനിക്കിപ്പോൾ അപ്പം കർത്താവ് അതിൻ്റെ തൊട്ടടുത്തൊരു അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വാക്യം ഒന്ന് വായിച്ച് 12-ാമത്തെ വാക്യം. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതി ഉള്ളത് കൊണ്ടത്രേ. ഈ മനസ്സിലായോ? ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, ഒരു കൂട്ടായ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കായീനോടൊരു ചോദ്യം ദൈവം ചോദിച്ചു. എന്താണ് കായീനോട് ചോദിച്ച ചോദ്യം?
എന്താ ചോദിച്ച ചോദ്യം? നിന്റെ സഹോദരൻ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? ബിക്കോസ് ഇൻ ഫെലോഷിപ്പ് there is accountability. In friendship, maybe not. മനസ്സിലാവുന്നുണ്ടോ? The reason why I'm saying that is, ഞാൻ ചോദിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ വരുന്നു പോകുന്നു, that's all fine. പക്ഷെങ്കിൽ let us read this verse. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, verse 17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നിങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല, നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ട്. ഒരു ദൈവസഭ എന്ന് പറയുമ്പോൾ, ദൈവസഭയുടെ ഇടയന്മാർ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചാട വാക്യത്തിൽ ഇങ്ങനെ, ഒബേ ദോസ് ഹു റൂൾ ഓവർ യു ആൻഡ് ബി സബ്മിസീവ്, ഫോർ ദേ വാച്ച് ഔട്ട് ഫോർ യുവർ സോൾസ് ആസ് ദോസ് ഹു മസ്റ്റ് ഗീവ് അക്കൗണ്ട്. ലെറ്റ് ദം ഡു സോ വിത്ത് ജോയ് and not with grief, for that would be unprofitable for you. ഫ്രണ്ട്ഷിപ്പിൽ ഇതില്ല. മനസ്സിലായോ? വന്ന വഴി, പോയ വഴി. ഫ്രണ്ട്ഷിപ്പിൽ ഇതില്ല കേട്ടോ. എന്നാൽ ഇൻ ഫെലോഷിപ്പ് there is accountability. നിങ്ങളെ ജോലിക്ക് എടുക്കുമ്പോൾ അവർ പറയും, രാവിലെ എത്ര മണിക്കാണ് ഓഫീസിൽ വരേണ്ടതെന്ന്, അല്ലേ? നമ്മുടെയൊക്കെ ഓഫീസുകളിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, രാവിലെ 9 മണി, 10 മണി, 7 മണി ഒക്കെ നമ്മൾ പറയും. നിങ്ങൾ നാളെ രാവിലെ ഓഫീസിൽ പോകുന്നില്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ? You will inform them, right? You will inform them. Do you know that there is people who are accountable for your head count in God's presence? If you are in friendship, doesn't matter. It's okay. But if you are in fellowship, it matters. Where are you? കായിനോടും ആബേലിനുള്ള ബന്ധത്തിൽ കായിനോട് ചോദിക്കുകയാണ്, where is your brother? Did you do everything? നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നീ ചെയ്തോ? നിന്റെ മനസ്സിലുള്ള ദേഷ്യം, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ആ പാപത്തിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ആഗ്രഹം. മനസ്സിലായോ? അപ്പം there is accountability in fellowship. In friendship it is not there. Dear brothers and sisters, let me ask you, are you in friendship in the church or in fellowship in the church? You need to be very clear. You need to be accountable for. And not only you are accountable to the elders, you need to be accountable among one another. അങ്ങോട്ടും ഇങ്ങോട്ടും there is an accountability. അതാ ഞാൻ പറഞ്ഞ വന്ന വഴി പോയ വഴി എന്നല്ല. You are very wise to return to your boss and tell, I'm not coming to office today. But in church, you don't care. You don't care. Now tell me, dear brothers and sisters, നിങ്ങൾ എന്നോട് പറ, what sort of relationship you are expecting? Be very serious with God. I'm telling you something. If you are serious, God is serious. നമ്മൾ പലപ്പോഴും കർത്താവിനോട് ചെന്ന് പല കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കർത്താവ് ചോദിക്കും, do you have an accountability with something? ഞാൻ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പറയാം, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രവാചകന്മാരുടെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും there is a dependence ഉണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആരും ഡിപ്പെൻഡൻസ് ഇല്ലാത്തവരായിട്ടില്ല. Even for me, I have dependence. I have to give account. If some elder brothers whom I am depending on, if they ask me a question, I must answer to it. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ ഇതുകൊണ്ട് ചിന്തിക്കരുത്, I am somebody free bird. No. John is asking, do you want to come to fellowship?
in that fellowship, we are accountable to the Lord Jesus. യോഹന്നാൻ പറയാണ്, we have fellowship with Christ. ഞാൻ യേശുവിനോടുകൂടെ എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. ആ കൂട്ടായ്മയിലേക്ക് നടക്കണമെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കുക മാത്രമല്ല, അഗെയിൻ ലെറ്റ് മീ ആസ്ക് യു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഐ ടോൾഡ് യു അബൌട്ട് കൊച്ചുമോള് വയ്യാതിരുന്നപ്പം ഞാൻ പറഞ്ഞു, as much as possible, don't miss a meeting. As much as possible. I know you are all busy. നിങ്ങൾക്കൊക്കെ ഓവർ ടൈം ഉണ്ട്. ഓക്കെ, ഈവൻ ഐ ഹാവ് ഓൾ ദാറ്റ് ഇസ് ദെയർ. പക്ഷെ കഴിവുള്ളിടത്തോളം ട്രൈ ടു അറ്റൻഡ് ദ മീറ്റിംഗ്സ്. എന്താണെന്ന് പറയാൻ കാര്യം, ബിക്കോസ് നമ്മുടെ ഹൃദയം വളരെ വേഗം കഠിനമായിപ്പോവും. നമുക്ക് വേണ്ടി തന്നെ ഇത് പറയുന്നത്. Now, if you read also Malachi, book of Malachi, if you read, the Lord is upset with people when you do something which is half-heartedly. പകുതി ഹൃദയത്തോടുകൂടെ പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യം. മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, read chapter 2, രണ്ടാമത്തെ അധ്യായത്തിൽ, Malachi chapter 2, sorry, chapter 1, it's like chapter 1. He says, verse 14, 14ാമത്തെ വാക്യം, 1:14. എന്നാൽ തന്റെ ആട്ടിൻ കൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ, ആട് ഉണ്ടായിട്ടല്ലേ? Yeah, male, yeah, okay, tell me, yeah, read, go ahead. കർത്താവിന് നേർന്നിട്ടുള്ള ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. Yeah, but cursed be the deceiver who has in his flock a male and takes a vow. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു നല്ലൊരു ചുറുചുറുക്കുള്ളൊരു ആട്ടുംകുട്ടിയുണ്ട്. ആ ആട്ടുംകുട്ടി ഞാൻ ദൈവത്തിന് കൊടുത്തേക്കാമെന്ന് ഞാനങ്ങ് നേർന്നു. പക്ഷേ ഇതിനിപ്പോൾ ഈ കർത്താവിന് കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ദൈവത്തിൻ്റെ അടുക്ക മീറ്റിങ്ങിന് വന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ദൈവത്തിൻ്റെ അടുക്കൽ ആരാധിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരോട് പറയുകയാണ്, ഞാൻ അത് വേണ്ട, നമുക്ക് എന്തു കൊടുക്കാം? ഈ ചാകാറായ ഒരെണ്ണമുണ്ട്, അതിനെ ഇനിയും കൊണ്ട് കൊടുത്താലങ്ങ് അതോട് തീരും. ആ നേർച്ച അതോടങ്ങ് തീരും. അപ്പം എനിക്ക് നഷ്ടമാവുകയില്ല. കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടോടെ ചെയ്യുകയാണ്. പറയാണ്, ബട്ട് സാക്രിഫൈസസ് ടു ദ ലോർഡ് വാട്ട് ഈസ് ബ്ലെമിഷ്ഡ്. ദ ലോർഡ് സേസ്, ഫോർ ഐ ആം എ ഗ്രേറ്റ് കിങ്, സേസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, and my name is to be feared among the nations. He says, നമുക്ക് അനുഗ്രഹമാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും cursed be the deceiver. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഈ ഉദാസീനതയോട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം, the Lord says, if you read that part, he says, why don't somebody stop it? ആ യാഗത്തെക്കുറിച്ച് വായിച്ച വാക്യം 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ വാക്യം. മലാക്കി ചാപ്റ്റർ 1, 10ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും പോയി വാതിൽ അടച്ചു കളഞ്ഞ വെറുതെ തീ കത്തിക്കുക. Because what the Lord is saying, I am the commander in chief of the all armies in heaven. നിങ്ങളുടെ ബൈബിളിനകത്ത് അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവ, the Lord of hosts, that's in English. പക്ഷെ സൈന്യങ്ങളുടെ യഹോവ, he is the commander in chief of the all the armies in heaven. And നമുക്ക് പേടിയില്ല. നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ? പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ കൂളാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ അപ്പച്ചനെല്ലാം നമ്മളോട് അങ്ങ് ക്ഷമിക്കുന്ന എല്ലാം കൃപയാണ്. But people used to really fear. The Lord says, I am a great king, says the Lord of hosts. My name is to be feared among the nations. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൂട്ടായ്മയിലൊക്കെ വരുമ്പോഴത്തേക്ക് there is accountability. 1 John chapter 3 verse 12, he says, കയീനോട് ചോദിച്ച ചോദ്യം തന്നെ, കയീൻ നിന്റെ സഹോദരൻ എവിടെ? അപ്പം ആ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ചർച്ചിലോട്ട് വരുമ്പം കാണണം.
റൈറ്റ്? ആൻഡ് ദർ ഇസ് ഓൾസോ ഇൻ ചേർച്ചിൽ വേറൊരു കാര്യം കൂടെ കാണാം. ദർ ഇസ് കമ്മ്യൂണിക്കേഷൻ. ഈ ആഴ്ച പോയച്ചു പിന്നെ അടുത്ത ആഴ്ച അല്ല നമ്മൾ പൊങ്ങുന്നത്. ദർ മസ്റ്റ് ബി ഇൻ ബിറ്റ്വീൻ. കാരണം എബ്രായലേഖനം നമ്മൾ വായിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നാൾതോറും ഉത്സാഹിപ്പിക്കണം. പക്ഷേ നാൾതോറും ഉത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പലരും പല കാര്യങ്ങളുമൊക്കെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ട് തരുന്ന ഒരു പക്ഷേ നമുക്കത് പ്രായോഗികമായി നടക്കാത്തില്ല. പക്ഷേ അന്യോന്യം, ആർ യു അറ്റ്ലീസ്റ്റ് ടോക്കിംഗ് ടു ഈച്ച് അതർ? ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് യു വാണ്ട് ടു ഗോ ആൻഡ് ടെൽ ഓൾ തിങ്സ് അബൌട്ട് അതേഴ്സ്. നോ, ഐ എം നോട്ട് ഫോർ ഇറ്റ്. നിങ്ങളുടെ എല്ലാ സീക്രട്ടും എല്ലാവരോടും പറയണം? നോ, ഐ എം നോട്ട് ഫോർ ഇറ്റ്. At least to have the basic conversations. Brother, how are you doing? Sister, how are you doing? Are you okay with you? Are you fine in the Lord? That's all we want to know. We don't want to know how is your bank balance is increasing, how is this is going. No, we want to know only one thing. How are you spiritually? ആത്മീയമായിട്ട് നിങ്ങൾ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു? Or are you down? Can we pray for you? നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? Can we pray for you? Yes, brother, I have to pray for your exams. No, I'm not against praying for exams and all that. Even I do pray also. Right? But that's not the whole thing. The important thing is to have fellowship. Fellowship with the Lord Jesus. എൻ്റെ കർത്താവുമായിട്ടുള്ള നടപ്പ് എങ്ങനെയുണ്ട്? Brother, last week it was very tough. Don't tell me the details. I don't need the details. Right? Please remember me in prayer. എന്നെ ഒന്ന് പ്രാർത്ഥനയിൽ ഒന്ന് ഓർത്തേക്കണേ. My life is going tough at home. Please remember me in prayer. That's all we need to know. We don't need to know anything in details. എന്താ പറ്റുന്നത്, എന്താ ആരെന്ത് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. കർത്താവേ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കും. നമുക്ക് അന്യഭാഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റും ദൈവത്തോട്. ആത്മാവ് ഹൃദയങ്ങളെ ബാക്കി ഉപയോഗിച്ചെടുത്തോളും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സഹോദരങ്ങളെ ഓർത്ത്. സോ ദർ ഇസ് അക്കൗണ്ടബിലിറ്റി, റൈറ്റ്? ആൻഡ് ദർ ഇസ് കമ്മ്യൂണിക്കേഷൻസ്. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിയുക? ചില സഹോദരങ്ങളെയൊക്കെ വിളിച്ച് മടുത്തു. ടെലിങ് യു ഡിയർ ബ്രദേഴ്സ്, എബ്രായലേഖനം 13-ാം അധ്യായം ഞാൻ വായിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ആ സഹോദരൻ പ്രൈസ് ഗോഡ്, ആ സിസ്റ്റർ പ്രൈസ് ഗോഡ്, ഹീ സ്റ്റാൻഡിങ് ഗുഡ് ഫോർ ദ ലോർഡ്, ഹീ സ്ട്രോങ് ഫോർ ദ ലോർഡ് എന്ന് പറയുവാനായിട്ട് കഴിയണം. സോ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻസ്. വൈ? ദർ ഇസ്, വി നോട്ട് ടെല്ലിങ് ഇറ്റ് എവറി ഡേ രാവിലെ ഒന്ന് വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ വൺ ഓഫ് ദ ബ്രദേഴ്സ് ഇൻ ദ ചർച്ച്, ബ്രദർ ഐ എം ഹിയർ, സിസ്റ്റർ ഐ എം ഹിയർ, ഓക്കെ, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ, റൈറ്റ്? ഇപ്പം മോസ്റ്റ് ഓഫ് ഇറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ചീപ്പ്. പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ 1 രൂപയും 2 രൂപയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എത്ര രൂപയെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തായിരുന്നു വിളിക്കുന്നത്. ഇപ്പം മോസ്റ്റ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ആർ കോസ്റ്റ് 0 മണി അല്ലേ? പക്ഷേ ഡിഡ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ടെൽ മീ, യു ടെൽ മീ. കമ്മ്യൂണിക്കേഷൻ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കോസ്റ്റ് കുറഞ്ഞു, ശരിയാണ്, പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലതും കുറഞ്ഞു. സ്വരങ്ങളെ ദർ ഷുഡ് ബി കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് സ്നേഹമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളത്, മേളിലോട്ട് ദൈവത്തോട് മാത്രം എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ ആത്മീയ പോരാളിയാണ്, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് ഡിയർ ബ്രദേഴ്സ്. പുതിയ നിയമസഭയിൽ മേളിലോട്ട് മാത്രമല്ല, ഹോറിസോണ്ടലി ഓൾസോ ദർ ഇസ് ലവ്. ഞാനും ദൈവവുമായിട്ടാണ് നല്ല ബന്ധം, ആയിക്കോട്ടെ, പക്ഷേ ദർ ഇസ് എൻ ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഗോസ് വിത്ത് ഇറ്റ്. And that horizontal relationship, how is it going? Now read the next verse. 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. So there is an opposition to the fellowship from the world. എന്തുകൊണ്ടാണ് ഫെലോഷിപ്പിനകത്തോട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലേവർ കിട്ടില്ല. ലോകത്തിൽ നമുക്ക് ഇങ്ങനെയല്ല, ലോകം ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൽ ആരുടെയും കൂടെ പോയിരുന്നോ, അവർ പറയും യു മസ്റ്റ് ബി വെരി ഗുഡ് ഇൻ ദിസ് ജോബ്, യു മസ്റ്റ് എക്സൽ ഇൻ ദിസ്, യു മസ്റ്റ് ഡു ദാറ്റ്, യു മസ്റ്റ് ഗോ ദിസ് പ്ലേസ്, യു ഗോ ആൻഡ് സിറ്റ് വിത്ത് ദം. ആഫ്റ്റർ സം ടൈം നിങ്ങൾ തിരിച്ചു വരുന്നത് ഇങ്ങനെയായിരിക്കും, അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ എങ്ങും കൊണ്ടുപോയെന്നില്ല, അതുകൊണ്ട് ആ വീട്ടിൽ അവർ കൊണ്ട് അവരെല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് ജോലിയൊന്നുമില്ല, കൊള്ളത്തില്ല, എൻ്റെ പിള്ളേർ അങ്ങനെ ഇങ്ങനെയാണ്. വൈ? ദിസ് ഈസ് ഓൾ വി ഹിയർ ഫ്രം ദ വേൾഡ്. Am I telling you the truth or no?
I'm telling you, a lot of you are telling that is the truth. I tell you. You sit with the worldly person, that world will tell you a lot of things. You come back home, നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും I'm missing something. Only when you come to church, ദൈവസഭ വരുമ്പോൾ മാത്രമാണ് you get a different picture. That's where you get a fellowship. So അതുകൊണ്ടാണ് the world hates you. If world is not hating you, there is again something wrong. That means you are compromising with the world. ലോകം നിങ്ങളെ പകയ്ക്കുന്നില്ല എങ്കിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇരുന്നാട്ട് ബ്രദറെ, നിങ്ങൾക്ക് ആ പാട്ടും പാടാം ഈ പാട്ടും പാടാമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം, ബാബിലോണിലോട്ട് പോകുന്ന വഴിക്ക് സിയോനിൽ നിന്നുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സിയോനിലെ പാട്ട് ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല. പൊന്നു സഹോദരങ്ങളെ, ദിസ് ഇസ് ടു ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നമുക്ക് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ലോകം പകയ്ക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നത് ഫെലോഷിപ്പിലാണ്. അതുകൊണ്ട് the world will hate us. And then, okay brother, praise the Lord ഒക്കെ പറഞ്ഞു പോകുന്ന സഹോദരങ്ങൾ മാത്രമാണോ? അതായിട്ട് വായിച്ച് 18-ാമത്തെ വാക്യം, വേഴ്സ് 18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ എല്ലാം പ്രൈസ് ലോഡും വെരി ഗുഡും ഒക്കെ പറയും, ഫോൺ വിളിക്കുമ്പോഴൊക്കെ നല്ല പ്രൈസ് ലോഡും ഒക്കെ, പക്ഷെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏഴലക്കൊത്തും ഇല്ല. അങ്ങനെയാണോ? ബ്രദറെ എനിക്ക് പനിയാണ് കേട്ടോ, തീരെ വയ്യ. ഓക്കെ ബ്രദറെ, ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുമോ? ഒരു പാൻഡോൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്പം കഞ്ഞി വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? Is that your duty or no? I don't feel any duty because it's my kid is sick, I will go because you are accountable and you love only your kid. So in fellowship, നിങ്ങളുടെ കൂട്ടായ്മയിൽ എന്തുണ്ട്? There is accountability and there is love in which is not beyond words. എൻ്റെ കൊച്ചാണെങ്കിൽ ഞാൻ പോവും, പക്ഷേ ഒരു ബ്രദറോ സിസ്റ്ററോ അതുപോലെ സിക്കാണെങ്കിലോ, how much are you willing to go? How much you are willing to give? And that's what he says. Brothers, let us not only talk about praise the Lord and we'll pray, brother, sister. No. And that's where we have to go to the next step. Right? Let's read the verse again. നമ്മുടെ ബൈബിളിനകത്ത് കൊണ്ടുവന്ന് നോക്കാം. വേഴ്സ് 18-13 വായിച്ചാട്ട്. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. So, let's read another verse. ഗലാത്യർക്ക് ലേഖനം 6-ാമത്തെ 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. അപ്പം ഭാരങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കല്ലേ, ആർക്കും ഭാരമില്ലാന്നൊന്നും ചിന്തിക്കല്ലേ. എല്ലാവർക്കും ഭാരങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്കത് അറിയാമെങ്കിൽ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഡു ഇറ്റ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളം. പക്ഷേ ഒരു കാര്യം, ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളായിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുടുംബം ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യാതായിരുന്നപ്പം വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ അദ്ദേഹം പറഞ്ഞു, നമുക്കിനി വേലക്കാരി വേണ്ട. അതെന്താ? അപ്പുറത്തെ സഹോദരി ഉണ്ടല്ലോ. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അഡ്വാൻറ്റേജ് എടുക്കുകയല്ല, ബട്ട് യു നീഡ് ടു ക്യാരി ദ ബർഡൻസ് വെനെവർ ഇറ്റ് ഇസ് പോസിബിൾ. നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ സഹായിക്കുക എന്നുള്ളൊരു വലിയ കാര്യം. അപ്പം അത് നമ്മൾ ചെയ്യണം. അത് ഈവൻ ഫിനാൻഷ്യലി ദർ വാസ് എ നീഡ്. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ പോലും. ലെറ്റ് us read this part. Let us read ഫിലിപ്പി ലേഖനം 4-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ാമത്തെ വാക്യം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പ്യരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾക്ക് മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആ വരവ് ചെലവ് കാര്യത്തിൽ
ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗത്തിൽ കൂട്ടായ്മ കാണിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രൈസലോട് പറയുന്നതും മീറ്റിങ്ങിന് വരുന്നതും പോകുന്നതും മാത്രമല്ല, സഭയിലുള്ള കാര്യം മാത്രമല്ല, കർത്താവിൻ്റെ ഒരു വേല നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂട്ടായ്മ കാണിക്കുന്നതും നമ്മളുടെ ജോലിയാണ്. അപ്പം അദ്ദേഹം പറയുന്നു, എനിക്കെന്തെങ്കിലും വേണമെന്നല്ല. ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കാൻ എനിക്കെന്തെങ്കിലും വേണമെന്നില്ല. പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയമായ വാക്യം ഏതെന്ന് ഞാൻ പറയട്ടെ, 4:19 വായിച്ചു നോക്കിയോ. 4:19 ഏറ്റവും പ്രിയമാണോ ഇല്ലയോ എന്നറിയാം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, അത് നമുക്ക് ഭയങ്കര താല്പര്യം. പക്ഷെ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി തരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങളും അതുപോലെ കൊടുക്കണം. മനസ്സിലായോ? മേളത്തെ വാക്യം വായിക്കാതെ താഴത്തെ പ്രോമിസ് ക്ലെയിം ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിനൊപ്പം തീർത്ത് തരണമെങ്കിൽ, മേളത്തിലെ അദ്ദേഹം പറയുകയാണ്, നിങ്ങളതുപോലെ എൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ ഔദാര്യമായി തന്നു, കൊടുത്തു വിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്തുകൂടെ ഉണ്ട്? എക്സ്റ്റെൻഡിങ് your funds, your whatever you have, your resources, your time, whatever you have to the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി അവൈലബിൾ ആക്കുക. ഒന്നുകൂടെ വായിക്കുക. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ. ആരാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന ആവശ്യമാണോ? എൻ്റെ പൊന്നുസഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവരെ ഒന്നും വീഴാതെ സൂക്ഷിക്കണേ എന്ന ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫെലോഷിപ്പ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി മീ ആൻഡ് മൈ കിഡ്, ടു എവ്രിബഡി ഇൻ ദ ചർച്ച്. എവ്രിബഡി ഇൻ ദ ചർച്ച്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾ നോട്ട് ഇൻ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൽ ഇറ്റ്സ് ഓക്കെ, വന്നു പോയി, ദാറ്റ്സ് ഓൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫെലോഷിപ്പ്, when it comes to all these things, and if you want to learn little more than that, ഫിലിപ്പിയർ 4-ാം അധ്യായം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചു. അവിടെയും ഒരു കൂട്ടായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് കൂട്ടായ്മയാണ്? അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അവന് വേണ്ടി കഷ്ടപ്പെടുന്ന അതിൻ്റെ കൂട്ടായ്മ. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫെലോഷിപ്പ്. ഡിയർ ബ്രദേഴ്സ്, കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു ഫ്രണ്ടായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ പറയാം, നമ്മളുടെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഗോഡ് ഈസ് നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ്. ഇഫ് യു ആർ ഓൺലി ഹാപ്പി വിത്ത് ദാറ്റ്, ദാറ്റ്സ് ഫൈൻ. ഗോഡ് വിൽ നോട്ട് ഫോഴ്സ് യു. പക്ഷേ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, കം ഇൻ ടു ദ ഫെലോഷിപ്പ്. കം ഇൻ ടു ദ ഫെലോഷിപ്പ് വേർ യു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് ആസ് ദേ ഗേവ് ദംസെൽസ്, അവരെങ്ങനെയാണ് ചെയ്തത്? മക്കളെങ്കിൽ അവകാശികളാണ്, അല്ലേ? കർത്താവിൻ്റെ അവകാശം നമുക്ക് വേണ്ടി തന്നതുപോലെ തിരിച്ച് നമ്മളും നമ്മളെ തന്നെ അങ്ങനെ കൊടുക്കുക. അതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, അവൻ ഇങ്ങോട്ട് തന്നതുപോലെ തിരിച്ചും നമ്മൾ അങ്ങോട്ട് നമ്മളെ തന്നെ കൊടുക്കുക. അത് ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല. ഇറ്റ് ഈസ് പ്യുവർലി ഔട്ട് ഓഫ് ലവ് ടു ദ ലോർഡ്, ബിക്കോസ് വാട്ട് ഹി ഹസ് ഡൺ ഫോർ മീ ഐ നീഡ് ടു ഡു ഇൻ റിട്ടേൺ. എന്തെങ്കിലും കിട്ടുമെന്നുള്ളതുകൊണ്ടല്ല. കർത്താവ് എന്തെങ്കിലും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ദണ്ഡനം ലഭിക്കുമെന്ന് പോലുമല്ല. അതുമല്ല നമ്മുടെ പ്രശ്നം. കർത്താവ് അങ്ങനെ വെറുതെ ആരെ അടിക്കുകയല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പത്രോസ് യോഹന്നാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന കാര്യം, ഐ വോണ്ട് യുവർ ജോയ് ടു ബി ഫുൾ. നിങ്ങൾ സന്തോഷമുള്ളവരാണ്, വിഷമങ്ങളൊന്നുമില്ല, സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ബട്ട് യുവർ ജോയ് ടു ബി ഫുൾ. എന്താണ് ജോയ് ടു ബി ഫുൾ എന്ന് പറയുന്നത്? അപ്പം പൗലോസ് പറയും, ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് എ സഫറിങ്, ആൻഡ് ദാറ്റ് ഈസ് എ മച്ച് മോർ എ ഹയർ ലെവൽ. ഡെഫിനറ്റ്ലി അവൻ്റെ കഷ്ടങ്ങളെ കൂടെ കടന്നു പോകാൻ മനസ്സ് വയ്ക്കുക.
വേറൊരാൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടി. ഡിയർ ബ്രദേഴ്സ്, ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ ലെറ്റ് മീ ഗോ വൺ ബൈ വൺ, ഓരോ സ്റ്റെപ്പ് എടുത്ത് ഒന്ന് മുമ്പോട്ട് വെക്കാൻ ദൈവമേ എന്നെ സഹായിക്കണം. ലോർഡ്, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിലുണ്ടോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം കർത്താവിനോട് പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, കർത്താവെ ലോർഡ് ലെറ്റ് മീ ടേക്ക് വൺ മോർ സ്റ്റെപ്പ് ക്ലോസ് ടു യു. കർത്താവ് പറയുന്നു, റിട്ടേൺ ടു മീ, ഐ വിൽ റിട്ടേൺ ടു യു. ഒരു സ്റ്റെപ്പ് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വെക്കട്ടെ കർത്താവെ, നിൻ്റെ കൂട്ടായ്മയിൽ കർത്താവെ. ഫ്രണ്ട്ഷിപ്പ് അല്ല കർത്താവെ, എനിക്ക് വേണ്ടത് നിന്നോടുള്ള കൂട്ടായ്മയാണ്. അതാണല്ലോ കർത്താവെ അപ്പോസ്തലന്മാരൊക്കെ എൻജോയ് ചെയ്തത്. ഹെൽപ്പ് us Lord to have that. ദൈവം നമ്മളെ സഹായിക്കട്ടെ.